സിമ്പിൾ വോൾട്ടായിക് സെല്ലിൻ്റെ പരിഷ്കൃത രൂപം എന്ന് പറയുന്നതാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ രാസപ്രവർത്തനം ഒന്ന് തന്നെയാണ്. ഇനി ഡീപോളറൈസർ എന്ന് പറയുന്ന സാധനം എന്താണ്? പോളറൈസേഷൻ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ഡീപോളറൈസർ എന്ന് പറയുന്നത്. ഡീപോളറൈസർ എന്തിനു ഉപയോഗിക്കുന്നു? പോളറൈസേഷൻ ഇല്ലാതാക്കാൻ. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ആക്ഷൻ ഇല്ലാണ്ടാക്കാനായിട്ട് സിങ്ക് അമൽഗമേഷൻ നടത്തിയ സിങ്കിനെയാണ് അമൽഗമേറ്റഡ് സിങ്ക് എന്ന് പറയുന്നത്. ഇത് രസം പൂശിയ സിങ്ക്. അപ്പം ഈ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്, ഞാനിത് വീണ്ടും വരച്ച് കാണിച്ചു തരാം. ഇതൊരു കോപ്പർ കൊണ്ടുണ്ടാക്കിയ വെസൽ, അതായത് കോപ്പർ പാത്രം. ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ ഓട്ടമുള്ളൊരു പാത്രം വെച്ചു. ഇതിൽ ഓട്ടയുണ്ട്. ഞാൻ വരച്ച ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ വല പോലെ ഓട്ടയുണ്ട്. എന്നിട്ട് ഇതിലെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിങ്ക് ഇലക്ട്രോഡ് ഇറക്കി വെച്ചു. ഈ ഇലക്ട്രോഡാണ് സിങ്ക്. എന്നിട്ട് ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. ഇതിലെന്തൊഴിച്ചു? സൾഫ്യൂരിക് ആസിഡ്. ഇനി ഇതിലാണെങ്കിൽ എന്തൊഴിച്ചു? കോപ്പർ സൾഫേറ്റ്. ഇതങ്ങനെ പറയാം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു. ഇവിടെ H2SO4, ഇവിടെ CuSO4 അങ്ങനെ ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയാണ് ശരിക്കും മെയിൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗാഢത കുറയുമ്പോൾ ഇതിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചേക്കണേ. പിന്നെ ഇവിടെ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കി. ഇവിടെയും നെഗറ്റീവ് ഇലക്ട്രോഡ്. കാരണം ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യണം, നല്ല കറണ്ട് പോവുള്ളൂ. അപ്പം ആദ്യത്തെ ഈ സെറ്റപ്പ് നോക്കാം. ഈ സെറ്റപ്പ് മാത്രം എന്താ ഉണ്ടായപ്പോൾ SiO4 എടുത്തിട്ട് സിങ്ക് മുക്കി വെച്ചു. നമ്മുടെ മറ്റേ നേരത്തെ ഉണ്ടാക്കിയ ഇതിലെ സിമ്പിൾ വോൾട്ടായിക് സെല്ലിലെ ഒരു ഇലക്ട്രോഡ് മാത്രമുള്ളൊരു സെറ്റപ്പായി ഇവിടെ. അപ്പം ഇതിലെന്താ? ഇത് സിങ്കും ഇത് H2SO4. അപ്പോൾ ഈ H2SO4 മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? സിങ്കിൻ്റെ കൂടെ H2SO4 അല്ലേ, അത് മാറിയിട്ട് എന്താവും? SiO4ഉം H2 ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? H2 ഉണ്ടായി. ഇവിടെ ഉണ്ടായ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ H2 ഉണ്ടായി. ഈ H2 എന്താ? ഇത് അരിപ്പ പോലത്തെ പാത്രം. ഈ H2 എന്ത് ചെയ്യും? പുറത്ത് കടന്നിട്ട് ഇവിടെയുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പറിനെ പിടിച്ച് മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കും. ഇവിടെ H2SO4നെ സിങ്ക് പിടിച്ച് മാറ്റിയില്ലേ, അതുപോലെ ഇവിടെ നിന്ന് കോപ്പറിനെ പിടിച്ച് മാറ്റും. അപ്പോൾ കോപ്പർ ബാക്കിയായി. ഇവിടെ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ ഇങ്ങനെ ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ കോപ്പർ എന്ത് ചെയ്യും? ഇവിടെ വീഴും. അത് കോപ്പർ പാത്രം എത്തുമ്പോഴല്ലേ വീഴണേ. കുറച്ച് നേരം കഴിയുമ്പോൾ അതായിട്ട് ഇങ്ങനെ അറ്റാച്ചായി അങ്ങ് പൊക്കോളും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് കോപ്പർ പാത്രമാണ്. അതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്. CuSO4ൻ്റെ ഗാഢ ലായനി, അത് ഡീപോളറൈസർ ആണ്. പിന്നെ കാരണം നമുക്ക് പോളറൈസേഷൻ പരിഹരിച്ചിട്ടാണ് നമ്മൾ ഡാനിയൽ സെൽ ഉണ്ടാക്കിയത്. പിന്നെ പാത്രത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു സുഷിര പാത്രമുണ്ട്. അത് സൾഫ്യൂരിക് ആസിഡും അതിലുണ്ട്, അമാൽഗമേറ്റ് സിങ്ക് റോഡും ഉണ്ട്. കാരണം നമ്മൾ മറ്റേ ലോക്കൽ ആക്ഷനും പരിഹരിച്ചു. ഇനി സിങ്ക് റോഡ് എന്ത് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡ് ആക്ട് ചെയ്യും. ഇനി കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലും കോപ്പർ ലൈനി സാച്ചുറേറ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി എന്താ ചെയ്യുന്നത്? അപ്പോൾ സെൽ ടെർമിനുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? സിങ്ക് റോഡിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ലയിച്ചിട്ട് ഹൈഡ്രജൻ അവിടെ ഉണ്ടാവും. ആ ഹൈഡ്രജൻ അയോൺ ആ പാത്രത്തിൽ കൂടെ പുറത്ത് വന്നിട്ട് ആ ലായനിയിൽ കയറിയിട്ട് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ പിടിച്ച് മാറ്റിയിട്ട് H2SO4 ആയിട്ട് വരും. എന്നിട്ട് H2SO4 എന്ത് ചെയ്യും? കോപ്പറിനെ Cu+ അയോൺസ് ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യുക? പാത്രത്തിൽ നിക്ഷേപിക്കും. അതാണ് പാത്രത്തിനകത്ത് നടക്കുന്ന റിയാക്ഷൻ, പാത്രത്തിന് പുറത്ത് നടക്കുന്ന റിയാക്ഷൻ. ഇത് ഞാൻ 2 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു.